വരുന്ന വഴിക്കൊരു പൊടി വീഴുന്ന. അപ്പൊ ഞാൻ നന്നായി ചൊറഞ്ഞ. അപ്പോഴാണ് ഓർത്തത് അമ്മ ഉറഞ്ഞ് ഇങ്ങനെ ചൊറയാൻ പാടില്ലെന്ന്. നിന്റെ കണ്ണെന്താടി ഇങ്ങനെ കരിഞ്ഞ പോലെ ഇരിക്കണത്? അത് ഞാൻ മരണ വഴിക്ക് ഒരു ഈച്ച എൻ്റെ കണ്ണിൽ വീണു. അപ്പോഴും പെട്ടെന്ന് കരച്ചിൽ വന്നു. എൻ്റെ മുഖം മൊത്തം കണ്ണീരായി. ഇപ്പോഴാണ് ഓർത്തത്. അയ്യോ കഷ്ടായി പോയിട്ടാ. അപ്പോ ഇന്ന് നമ്മുടെ അഞ്ജനയും ഏഞ്ചലൊക്കെ ലീവാണ്. അതാണ് നമ്മളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് എന്താ ചെയ്യാം? എന്തിയാ? അതെ, നമ്മളാണ് പപ്പറ്റ് ഷോയ്ക്ക് ചെയ്തത്. അപ്പൊ നമ്മൾ ലീവ് ഒന്നും അല്ല, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് ഈ പപ്പറ്റ് ഷോയ്ക്കൊക്കെ നമ്മൾ വന്നത്. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതെ, അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻ ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലാക്കണം നമ്മൾ ഇന്നൊരു ക്രിസ്മസ് എപ്പിസോഡാണ്. അതെ, അപ്പോ നല്ല ട്രീ ഒക്കെ വെച്ച് അപ്പോൾ നമുക്ക് ഇനി ഈ സാധനങ്ങളൊക്കെ മാറ്റി നമുക്ക് വെൽക്കം ചെയ്യാം. അതെ, ഓക്കെ, അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. അതെ, we welcome you to Shalom Kids. അപ്പൊ നമ്മളിപ്പോ സെറ്റ് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ തണുപ്പാണ്. അപ്പൊ നമ്മള് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുന്നുണ്ട്. കുറെ ഗിഫ്റ്റ്. എപ്പിസോഡ് തുടങ്ങാം. അലാം ഇന്ന് ലീവായിരിക്കും. അതുകൊണ്ടായിരിക്കും അയച്ചത്. പേരെന്താണ്? ആഷ്ലി. ഇത് ഏഞ്ചൽ അല്ലേ? അതെ, ഇത് അഞ്ജലിയല്ലേ? നമ്മുടെ പേരൊക്കെ എങ്ങനെയാണ്? അലാം പറഞ്ഞു കൊടുത്തായിരിക്കും. നിങ്ങളെ കുറിച്ച് പലതും എനിക്കറിയാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടാ. പറഞ്ഞോ. നിങ്ങളെ കൂട്ടത്തെ എന്നെയും കൂടെ ചേർക്കോ? അപ്പോ നമ്മുടെ ആഷ്ലിയും കൂടെ വന്നിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത് എന്താ ചെയ്യാം? നമുക്ക് അടുത്തൊരു ഡാൻസിലേക്ക് പോയാലോ? ഓക്കെ, ഡാൻസിലേക്ക് പോവാം. വേണ്ട വേണ്ട, ഒരു ഗെയിം കളിക്കാം. പറഞ്ഞ നമുക്ക് എന്തും ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് എടുക്കാം. അപ്പൊ ആഷ്ലി, ഇന്നത്തെ ഗെയിം എന്താണ്? നിങ്ങളുടെ മുമ്പിലേക്ക് ഗെയിം പ്രോപ്പർട്ടി വരുന്നതായിരിക്കും. ഓക്കേ, എന്നാ നമുക്ക് ഗെയിമിലോട്ട് തന്നെ കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം പ്രോപ്പർട്ടീസ് എത്തിയിട്ടുണ്ട്. അപ്പൊ ആഷ്ലി, അപ്പൊ നമ്മുടെ സെറ്റുകളിൽ നമ്മൾ മാറ്റിയിരിക്കുന്ന കാര്യം അല്പം തണുപ്പൊക്കെ കുറവുണ്ട്. അതുകൊണ്ടാണ്. ഗെയിം എന്താണ്? ഞാനൊരു സത്യം പറയട്ടാ. എന്താ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. അലാം എത്തിയിട്ടുണ്ട്. ആഷ്ലി പറഞ്ഞത് അത് നിങ്ങളല്ലേ പറഞ്ഞ, ഞാനല്ലോ. വേണ്ടായിരുന്നു. അതായിരുന്നു. അപ്പൊ നമുക്ക് അലാമിനെ വിളിക്കാം. വിളിക്കാം. അലാം, അലാം, Hi kids. ഹലോ, ഹലോ. Merry Christmas. മേരി ക്രിസ്മസ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ? സൂപ്പർ. ആദ്യമായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത്. നല്ല ക്രിസ്മസ് ട്രീ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തു. അതെ, ഓക്കെ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ വളരെ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. ആഷ്ലി എങ്ങനെയുണ്ട്? ആഷ്ലി സൂപ്പർ. അതെ, സൂപ്പർ. ആക്ച്വലി ഞാൻ അയച്ചതാണ്, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പറഞ്ഞിരുന്നു. ഓക്കെ, ആഷ്ലി എങ്ങനെയുണ്ട്? അഞ്ജനയും ഏഞ്ചലും കൊള്ളാം. വെരി ഗുഡ്. എങ്ങനെയുണ്ട് ഏഞ്ചൽ ആൻഡ് അഞ്ജന, നമ്മുടെ ആഷ്ലി കുട്ടി? സൂപ്പർ. ഓക്കെ, നിങ്ങളെ ഗെയിമിൽ ഒത്തിരി കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നൊരു പരാതി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇയാളെ രംഗത്തിറക്കിയത്. അയ്യോ, നമ്മള് മൈനസ് ചെയ്യും. എനിക്ക് ഒത്തിരി മെസ്സേജസ് കിട്ടി. അലാമിന്റെ ഐഡിയിൽ ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഞങ്ങളുടെ ആഷ്ലിയുടെ നിരീക്ഷണത്തിലായിരിക്കും ഗെയിം കളിക്കേണ്ടത് എന്ന് കരുതി ആഷ്ലിയോട് പിണങ്ങരുത് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരിക്കലും നമ്മള് പോസിറ്റീവ് കിഡ്സ് ആണ്. അങ്ങനെയൊന്നും നമ്മളതൊരു പിണങ്ങില്ല. വെരി ഗുഡ്. അപ്പോ നമുക്ക് ഗെയിം, ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്യാനായിരിക്കും. അതെ, ചാർട്ട് പേപ്പറിൽ മേരി ക്രിസ്മസ് എന്ന് എഴുതാം.
ഇത് ഇങ്ങനെ മൊത്തം ഇടാ. പിന്നെ ഈ ബോൾസ് ചുമ്മാ എടുത്തങ്ങ് ഇടാ. Then ഈ glitter paper വെച്ച് ഇങ്ങനെ ചുമ്മാ ആഷ്ലി കുട്ടിക്ക് ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇതൊക്കെ കണ്ടിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെച്ച് എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്? ആഷ്ലി കുട്ടി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നിങ്ങളുടെ ഇന്നത്തെ ഗെയിം മേക്ക് എ ട്രീ, മേക്ക് എ ക്രിസ്മസ് ട്രീ. ഇത് വെച്ച് കമ്പൊന്നും ഇല്ലാണോ? അത് നിങ്ങൾക്കൊരു ചലഞ്ചാണ്. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് അല്ലേ, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. പക്ഷേ ഐ നീഡ് 2 ക്രിസ്മസ് ട്രീസ്. ഏതാണോ ബെസ്റ്റ് അതായിരിക്കും ഈ മത്സരത്തിലെ വിജയി. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 12 മിനിറ്റ് ആണ്. 12 പറ്റൂലോ? ഒരു 3 കൂടെ ആഡ് ചെയ്ത് 15 ആവൂലല്ലോ? 15 മിനിറ്റ് വേണം. അതെ അതെ അതെ, 15 മിനിറ്റെങ്കിലും വേണമല്ല? അതെ. ആഷ്ലി കുട്ടി 15 മിനിറ്റ് കൊടുക്കണോ? കൊടുക്കാം, പാവല്ലേ. ഓ താങ്ക് യു. എന്തായാലും ആഷ്ലി കുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രം, നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് കൂടെ ആഡ് ചെയ്യാണ്. സോ 15 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. യുവർ ഗെയിം സ്റ്റാർട്ട്സ് നൗ. ഓക്കേ. ആഷ്ലി കുട്ടി ഇതെന്താണ്? ഇത് ഞാൻ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം. ഇട്ടിരിക്കുന്ന ഉടുപ്പൊക്കെ കൊള്ളാമല്ലോ. അത് എനിക്കും അറിയാം, കൊള്ളാന്ന്. ആ തൊപ്പിയൊക്കെ കൊള്ളാം. താങ്ക് യു. എന്തോന്നാണ് ഉണ്ടാക്കുന്നത്? മനസ്സിലായില്ല? ഓ മനസ്സിലായി. ആ ഏച്ചിരി ഇവിടെ നല്ല വൃത്തിയൊക്കെ ചെയ്യുന്നു. അയ്യോ, സെലോ ടേപ്പില്ലല്ലോ. സെലോ ടേപ്പ്. നിങ്ങളെന്താ പതുക്കെ വെച്ച് ഇങ്ങനെ? ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നത് ആക്ച്വലി. നമുക്ക് എത്ര സ്പീഡേ ഉള്ളൂ ആക്ച്വലി. ആ ശരി. എല്ലാം കൂടെ തൊലച്ചല്ലേ? ആക്ച്വലി ഇത് കെട്ടാനൊന്നുമില്ല. അഡ്രാമിന്റെ ചലഞ്ച് അല്ലേ? അലാം ഇതിൽ കെട്ടാനൊന്നുമില്ല. സമയമില്ല. ആക്ച്വലി പേടിപ്പിക്കാതെ. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നില്ലല്ലോ. എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ലോ. ഓ, റബ്ബർ ബാൻഡ്. ആ റബ്ബർ ബാൻഡ് ഇവിടെ കിടക്കല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനും ശ്രദ്ധിച്ചില്ല. ചുമ്മയിലെല്ലാം മിണ്ടാതിരുന്നത്. വളരെ ചലഞ്ചിങ് ആണെന്ന് എനിക്കറിയാം. കുറച്ച് ബാൻഡ്സ് കൂടെ പറന്നു വരികയാണ്. വൗ. 15 മിനിറ്റേ ഉള്ളു കേട്ടോ. പെട്ടെന്നാവട്ടെ എല്ലാരും. 1 മിനിറ്റ് ആൾറെഡി ഓവറായി. ആഷ്ലി അവരൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്ക് കേട്ടോ. ആ എല്ലാരും ഒന്ന് പെട്ടെന്ന് ചെയ്തേ. കൊള്ളാം. ആ ഏഞ്ചൽ റോക്കറ്റ് ആണോ ഉണ്ടാക്കുന്നത്? അതാണ് തോന്നുന്നത്. റോക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഏഞ്ചൽ റോക്കറ്റ് ആണോ ഉണ്ടാക്കുന്നത്? അല്ല, ആ റോക്കറ്റ് തന്നെയാണ്.
എനിക്കും കൂടെ കേറണേ റോക്കറ്റിൽ. എനിക്കും കൂടെ കേറണം. ആഷ്ലീനെ ചിലപ്പം കൊള്ളുമായിരിക്കും. ഏഞ്ചലിന്റെ ഐഡിയ കൊള്ളാം അല്ലേ? എനിക്ക് താങ്ക് യു. അയ്യോ കത്തിരി. ഓ സെലോ ടേപ്പ്. അയ്യോ ഞാൻ എവിടെ കട്ടി. എല്ലാരും നല്ലടത്ത് ചെയ്യുന്നുണ്ട്. കത്തിരി തരുമോ? ആഷ്ലി പുരോഗമനം ഉണ്ടോ? 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആഷ്ലി ഒന്ന് ബൂസ്റ്റ് ചെയ്തേ, സ്പീഡ് പോരാ. ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കും. ഞാൻ ചെയ്യുന്നു ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീയുടെ. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഫാസ്റ്റ് ആയിട്ട് ചെയ്. എല്ലാം വെട്ടി ഞാൻ മൊത്തം കൊളാക്കുന്നു. ചരിഞ്ഞിരിക്കണ ക്രിസ്മസ് ട്രീ. റോക്കറ്റ് ആണല്ലേ? റോക്കറ്റ് തന്നെ. ഇതെന്തോന്നാണ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെയും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം അല്ലേ ആഷ്ലി? ആഷ്ലി എനർജി പോരാ കേട്ടോ. കൂട്ടുകാരെ ഒന്ന് എനർജിയിലോട്ട് കൊണ്ടുവന്നേ. എല്ലാരും പെട്ടെന്ന്. സമയം എത്രയായി? ഇനി വെറും 12 മിനിറ്റുകൾ. അങ്ങനെ തന്നെ എല്ലാരും. അഞ്ജന നല്ലതൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന്. അമ്മേ ഇത് ശരിയാവല്ലോ. ശരിയാവും, നല്ലത് ചെയ്. ഓക്കെ. സൂപ്പർ. ഇതെന്താ? ഏഞ്ചല് റോക്കറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ ഇത് ക്രിസ്മസ് ട്രീ. ഞാൻ ഇതുണ്ടാക്കുന്ന ഇതേപോലെ ബോൾസ്. ഇതാണോ? സിൽവർ കളർ ആക്കാം. കുറെ കളർ. അങ്ങനെ തന്നെ. അയ്യമ്മേ എല്ലാം കൂടെ തറയെ പോകും. എന്തോന്നുണ്ടാക്കണേ? ഞാൻ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഓർമ്മിച്ചോക്ക്. എല്ലാം കൂടെ കൊളമായി. ഏഞ്ചൽ എന്തോന്നാണ് ഉണ്ടാക്കണേ? എന്തായാലും ഞാൻ ഈ ബോൾ ഉണ്ടാക്കുന്നത്. ഇനി 10 മിനിറ്റുകൾ കൂടെ. 10 മിനിറ്റ് എല്ലാരും ശ്രദ്ധിച്ച്. അങ്ങനെ തന്നെ എല്ലാരും നല്ല ചെയ്. ഏഞ്ചല് റോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തരി. എല്ലാം കൂടെ ഐഡിയ. ഏഞ്ചലിനൊരു ഐഡിയ കിട്ടി. അയ്യോ ഇല്ല. എല്ലാം കൂടെ പോയി. ഒരു അഞ്ജന ഇനി എന്തോന്ന് ചെയ്യാൻ പോണേന്ന് അറിഞ്ഞൂടാ. ഐഡിയയും കിട്ടുന്നില്ല. ഒരു സൈഡിൽ നിന്ന് വലിക്കോ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ടാസ്ക് വന്നപ്പോ ഇത്രയും കഷ്ടപ്പാടോ? ഞാൻ ആക്ച്വലി ഒരു കേക്ക് ഉണ്ടാക്കുന്ന ടാസ്ക് തരാൻ വേണ്ടി ഇരുന്നതാണ്. എന്താ? കേക്ക് ഉണ്ടാക്കുന്ന ടാസ്ക് തരാൻ വേണ്ടി ഇരുന്നതാണ്. കേക്ക് തന്നെ എളുപ്പം. അതന്നെ, ഇതിനെക്കാട്ട് എളുപ്പം കേക്കായിരിക്കും. ആണോ ആഷ്ലി? അങ്ങനെ തന്നെ.
അഞ്ജന ഒരു റോക്കറ്റ്, കുഞ്ഞു റോക്കറ്റ് ഉണ്ടാക്കി. എനിക്ക് മാത്രം എന്ത് സംസാരിക്കാനാ? ഞാൻ ആഷ്ലിനെ എല്ലാവരെയും കൊണ്ടുപോവാമേ. ഇതിലോ? ഓ, ഞാൻ പുറത്തിരുന്നിക്കല്ലേ കൊണ്ടുപോയിക്കോളാം. ഇനി വെറും 7 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയാണ്. ഉണ്ടാക്കാൻ പോണത് നോക്കാം. 7 മിനിറ്റുകൾ കൂടെ മാത്രം. അപ്പൊ ഇത്ര സമയം? 7 മിനിറ്റ്. എല്ലാരും പെട്ടെന്ന് ചെയ്. ആരാണ് ആഷ്ലി മുന്നിട്ട് നിൽക്കുന്നത്? രണ്ടുപേരും അങ്ങനെ തന്നെ, എല്ലാരും പെട്ടെന്ന് ചെയ്യുന്നില്ല. എന്നാലും തമ്മിൽ ആരാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്? അത് ഏഞ്ചലാണെന്നാണ് തോന്നുന്നത്. ഓക്കേ, ഇങ്ങനെയൊക്കെ മതി. ആരായിരിക്കും ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധ്യത? അതെനിക്ക് അറിഞ്ഞൂടാ. രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് തരാവേ. ഓക്കെ ഓക്കെ. എല്ലാരും ഉണ്ടാക്കി കഴിഞ്ഞു. തരോ. എല്ലാരും വേഗം ആകട്ടെ. എനിക്ക് കിട്ടിയില്ല എന്റെ ക്രിസ്മസ് ട്രീ. നല്ല ന്യൂ മോഡലാണിത്. ആ, എല്ലാം കൂടെ ചരിഞ്ഞു നിൽക്കുന്നു. ആ, എല്ലാം കൂടെ തറയിൽ പോകുന്നു. അഞ്ജന എന്താണ് ഉണ്ടാക്കുന്നത്? എന്താ ബോക്സ് ആണ്. ഈ സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അങ്ങനെ കിട്ടിയില്ല. ആ, എല്ലാം കൂടെ തറയിട്ട്. ഉപ്പോ ഇത് എന്തിനാണ്? എന്റെ ദൈവമേ, ഇത് അല്പം ടഫാണ്. ഇതാണ് ട്രെൻഡിങ്. എല്ലാം വെട്ടി ഞാൻ കോളാക്കും. കൊള്ളാം. എല്ലാരും നല്ലയിടത്ത് ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ പറ്റാണ്ട് ഞാൻ ചെയ്യുമായിരുന്നു. തരും. ആ, റോക്കറ്റ് പോലെ ഉണ്ട്. തെങ്ക് അങ്ങനെയെങ്കിലും ഒരു ഇത് കിട്ടിയല്ലോ. ആ, ഇത് കൊള്ളാം. തെങ്ക് ആ, ഇതും സൂപ്പർ. ആഷ്ലിക്ക് നമ്മള് അഞ്ജന മുന്നേറുകയാണല്ലോ. എല്ലാം അറിയാം. അയ്യോ, ആ, എല്ലാം കൂടെ കൊള്ളാം. എല്ലാം വെട്ടി ക്രിസ്മസ് ട്രീ അല്ല. ഇതെന്തോന്നാണ് ഏഞ്ചൽ? എന്തോ ഒരു ടവർ ഉണ്ടല്ലോ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. അത് ഞാൻ മറന്നു. ഇനി വെറും 5 മിനിറ്റുകൾ കൂടെ മാത്രം. 5 മിനിറ്റ് ഫാസ്റ്റ്. ഇത് കണ്ടിട്ട് ക്രിസ്മസ് തൊപ്പി പോലെയുണ്ട്. ട്രീ ആണെന്ന് തോന്നൂല. ആ, കൊള്ളാം. എനിക്ക് ഗ്ലിറ്റർ പേപ്പർ എനിക്ക് കിട്ടിയില്ല. സൂപ്പർ. താങ്ക് യു. വലിക്കല്ലോ. വൗ, സ്വന്തം ക്രിസ്മസ് ട്രീ ഇനി എല്ലാം കൂടെ നേരെ യോജിപ്പിക്കണം. ആ, ഏഞ്ചൽ എന്തെന്നായി? ആ, ഏഞ്ചലും നല്ലൊരുത്തി ചെയ്യുന്നുണ്ട്. രണ്ടുപേരും നല്ലൊരുത്തി ചെയ്യുന്നുണ്ട്. ആ, അഞ്ജന സൂപ്പർ. താങ്ക് യു. ചരിഞ്ഞു. ആ, ഏഞ്ചൽ സൂപ്പർ. ആ, ചരിഞ്ഞിട്ടുണ്ട്. ആഷ്ലി നമ്മളെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആഷ്ലിയെ. ആ, എല്ലാം കൊള്ളാം. 3 minutes. 3 minutes. പെട്ടെന്നാവട്ടെ, എല്ലാം കൂടെ ആയി പോണല്ലേ. അഞ്ജന ഏകദേശം തീരാറായി. അയ്യോ, നേരത്തെ ഞാൻ ഇങ്ങനെയൊക്കെ ആ, അങ്ങനെ തന്നെ. ആ, അഞ്ജന നല്ലയിടത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ കീഴ. സ്പീഡ്
സമയമില്ല, പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് സമയം ഇനി തീരാറായി. വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2 minutes കൂടെ മാത്രം. സ്പീഡ് സ്പീഡ്. സമയം തീരാറായി. നല്ലൊരുത്തി ചെയ്യുന്നുണ്ട്. ഇത് വെക്കാൻ സ്ഥലമൊന്നും ഇല്ലോ. എവിടെയെങ്കിലും ഹാങ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോന്ന് സ്റ്റാറാണോ ഞാൻ ഉണ്ടാക്കുന്നത്. ആ എല്ലാരും നല്ലൊരുത്തി ചെയ്യുന്നുണ്ട്. ഏഞ്ചല് സ്റ്റാർ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അഞ്ജന സ്റ്റാർ വെട്ടുന്നില്ലേ? ഇല്ല, എനിക്ക് സ്റ്റാർ ഉണ്ടാക്കാനേ അറിയത്തില്ല. എന്റെ എന്തോന്ന് സ്റ്റാറാണല്ലോ എനിക്ക്. പിന്നെ എനിക്കൊരു 1 minute മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1 മിനിറ്റ്. എല്ലാരും നല്ല പെട്ടെന്ന് ചെയ്യൂ. ആ കൊള്ളാം ഏഞ്ചൽ, എല്ലാരും സൂപ്പർ ആയിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന്, സമയമില്ല. ഇതെന്താന്തോ. ആ അതെന്താണ്? ഫിഷിന്റെ തലയാണോ ഏഞ്ചൽ? സ്റ്റാറാണ്. ആ കൊള്ളാം കൊള്ളാം. എല്ലാരും തീർന്നാ? ഇതിന്ന് എടുത്തോട്ടെ ഒന്ന്. No, the big no. നോ. ആ അഞ്ജന സ്റ്റാർ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇല്ല, സ്റ്റാർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. വളരെ നല്ലൊരു മത്സരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സമയം തീർന്നിരിക്കുകയാണ്. Stop now. Stop. അശ്ലി, മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തിട്ട് ആരാണ് വിജയ് എന്ന് പറഞ്ഞാട്ടെ. അശ്ലി അനക്കല്ലത്. നിന്റെ ഇതിങ്ങനെ ആയിട്ട് നീക്കാൻ ഭയങ്കര ഡെവലപ്പാണ് ചെയ്യേണ്ടത്. അശ്ലി എനിക്ക് തരണേ. ആക്ച്വലി നല്ല അശ്ലി തന്നെ. അതൊക്കെ അശ്ലി നോക്ക. അശ്ലി എന്റെ ചിരിയൊക്കെ സൂപ്പറാണ്. അശ്ലി ആ ക്യാപ്പൊക്കെ സൂപ്പർ. ആഷ്ലിക്ക് സത്യസന്ധമായിട്ട് പറയൂ ആഷ്ലി. അശ്ലി സ്വെറ്റർ ഇടുന്നു അശ്ലി നല്ല രസമുണ്ട്. അശ്ലി പറയൂ, ആരാണ് നമ്മുടെ സത്യസന്ധമായിട്ട് പറയൂ മത്സരത്തിൽ ആഷ്ലി. ഇതിൽ ജയിച്ചിട്ടുള്ളത്, നല്ലയിടത്ത് ചെയ്തിട്ടുള്ളത് അഞ്ജന. പക്ഷെ എനിക്ക് തോന്നുന്നു ഏഞ്ചൽ ആണെന്ന്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത കാര്യം. ഏഞ്ചൽ നല്ല സ്റ്റാർ ഒക്കെ ചെയ്തിരിക്കുന്നു. ഓ ശരിയാണ്, അഞ്ജന സ്റ്റാർ എന്തായാലും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അയ്യോ, ഭയങ്കര പാടാണല്ലോ മാർക്കിടാൻ, അല്ലേ ആഷ്ലി? അതെ, ഒന്നും പിടി കിട്ടുന്നില്ല. ആഷ്ലി ഒരിക്കൽ കൂടെ ഒന്ന് നോക്കൂ. ആഷ്ലി നല്ലൊരു ക്രിസ്മസ് ട്രീ ആണ് ഇത്. അശ്ലി നോക്ക്, ഞാൻ സ്റ്റാർ വരെ വെച്ചിട്ടുണ്ട്. അശ്ലി നമുക്ക് അന്യൻ സ്റ്റാർ ഒന്നും നല്ല ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. എന്ത് നല്ല പെർഫെക്ഷൻ ആണ്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നു, എനിക്കൊന്നും മനസ്സിലാവും. എന്റെ ഗിഫ്റ്റ് ഒക്കെ കണ്ടില്ലേ? ഓക്കെ 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 ഇത് കണ്ടില്ല ഓക്കെ ഓക്കെ തർക്കങ്ങളൊന്നും വേണ്ട. എൻ്റെ നോട്ടത്തിൽ ഏഞ്ചലായിരുന്നു, ഞാൻ അയച്ച ആശ്ലിയുടെ നോട്ടത്തിൽ അഞ്ജനയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഈ മത്സരം ടൈ ആണ്. നിങ്ങൾ രണ്ടുപേരും വിജയികളാണ്. ഞാനാണ് കൺഗ്രാറ്റ്സ് പറയുന്നത്. താങ്ക് യു താങ്ക് യു. അപ്പൊ ആഷ്ലി, നമുക്ക് ഇവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കണം. ഓക്കെ, അപ്പോ ഗിഫ്റ്റ് കൊടുത്തോളൂ. അഞ്ജനക്ക് ഏത് ഗിഫ്റ്റ് ആണ് വേണ്ടേ? എനിക്ക് അത് മതി. ഇതാണ് അഞ്ജന സെലക്ട് ചെയ്ത ഗിഫ്റ്റ്. താങ്ക് യു. വെൽക്കം. ഇനി ഏഞ്ചന് ഏത് ഗിഫ്റ്റ് ആണ് വേണ്ടേ? എനിക്ക് ഇത് മതി. ഇതാണ് ഏഞ്ചൽ സെലക്ട് ചെയ്ത ഗിഫ്റ്റ്. താങ്ക് യു. വെൽക്കം. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റിലൊക്കെ വലിയ സർപ്രൈസ് കാണും. അതന്നെ.
സോ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞ് സെലക്ട് ചെയ്തത്. ഞാനും അതിന്റെ കുറച്ചുകൂടെ വലുത്. അപ്പൊ നമുക്ക് രണ്ടാൾക്കും ഗിഫ്റ്റും കിട്ടി. അതെ, എന്റെ ക്രിസ്മസ് ട്രീ ഞാൻ ഏന്ന് വിളിച്ചപ്പോ തന്നെ എല്ലാം തറയിൽ പോയി. അപ്പോ നമുക്ക് ഗിഫ്റ്റും കിട്ടി, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ റിസൾട്ടും കിട്ടി. ഞാനും ഏഞ്ചലും ടൈയാണ്. അപ്പൊ എന്താ നമുക്ക് അടുത്ത് എന്തിലേക്ക് പോവാം? നമുക്ക് ഡാൻസ് പോവാം. ഓക്കെ ഓക്കെ, ഡാൻസിലേക്ക് അപ്പൊ പോവാം. നമുക്ക് ആഷ്ലിനെയും കൂടെ നമ്മുടെ ഡാൻസിലേക്ക് വിളിച്ചാലോ? ഓക്കെ, ക്ഷണിക്കാം. അതെ. വരാം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ന്യൂ ഫ്രണ്ടാണ്. അപ്പൊ ആഷ്ലിയും കൂടെ നമ്മളൊരു ഡാൻസിലേക്ക്. ഓക്കെ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. അയ്യോ, ഞാൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അടുത്ത് തളർന്നു. അപ്പൊ എന്തായാലും നാളെ ക്രിസ്മസ് ആണ്. അതെ, നമ്മൾ ജസ്റ്റ് ഡാൻസ് കളിച്ചിട്ടങ്ങ് പോയാ പോരാ. അതെ, അപ്പൊ നമുക്ക് നമുക്ക് എന്തേലും ഒരു കൂട്ടുകാർക്ക് ഒരു വിഷു കൊടുക്കണ്ടേ? അതെ, ഒരു മെസ്സേജ് തന്നെ ഒരു വിഷയം ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമുക്കൊരു വാക്യം വായിച്ച് തുടങ്ങാം. ഓക്കെ, ഓക്കെ, ഒരു വചനമാണ് നിങ്ങൾക്കുള്ളൊരു ഒരു ചിന്ന മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഞാൻ മാത്യു 1:21 and she shall bring forth a son, and two shall call his name Jesus, for shall save his people from their sins. മത്തായി 1:21 അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേര് ഇടണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ യേശുവിൻ്റെ ജനനത്തിനെ കുറിച്ചല്ലേ ഇത് പറയുന്നത്? അതെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യേശുവിൻ്റെ ജനിച്ച ആ സമയമാണ് ക്രിസ്മസ് എന്ന് നമ്മുടെ പേര് വിളിക്കുന്നത്. അതെ, അപ്പോൾ നമ്മുടെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ മറിയ അമ്മ മറിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവനെ ജീസസ് എന്ന പേര് വിളിക്കണം. പിന്നെ അവൻ ഈ പാപങ്ങളെല്ലാം പാപമുള്ള ഇങ്ങനെ പീപ്പിൾസിനെ എല്ലാം നല്ല രക്ഷിക്കുമെന്ന് ആണ് ഇതിൽ പറഞ്ഞത്. അതേപോലെ തന്നെ എന്താ നമ്മുടെ ദൈവം ആണെങ്കിൽ എന്താ ക്രൂശിലേക്ക് കിടന്നു, നമ്മുടെ പാപത്തിനെല്ലാം മോചനം തന്നു
എല്ലാം ചെയ്തു. അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹീറോ നമ്മുടെ ജീസസ് ജീസസ് ആണ്. ആണ്. ഇന്നത്തെ മാത്രമല്ല നമ്മുടെ എപ്പോഴത്തെ ഹീറോ ജീസസ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സന്ദേശം, ഒരു വചനം എന്ന് പറയാം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്തത്? നമ്മൾ ഡാൻസ് കളിച്ചു, പിന്നെ വചനം പറഞ്ഞു, പിന്നെന്താ പപ്പച്ചോ പപ്പറ്റ് ഷോ, പിന്നെ ഡാൻസ് ഡാൻസ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് ആഷ്ലിനെ നമ്മള് പരിചയപ്പെട്ടു. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ക്രിസ്മസ് വിഷ് കൊടുക്കണ്ടേ? അതെ, ഞാനുമുണ്ട്. ആഷ്ലി വന്നിട്ട് നിങ്ങൾക്ക് വിഷു തരാം. അപ്പോ മെറി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ജീസസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പണ്ടൊക്കെ നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്നിലും ഉൾപ്പെടുത്തില്ലായിരുന്നു. ആരും ഓരോരുത്ത് വരാനൊന്നും സമ്മതിക്കൂലെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും ചർച്ചിൽ വല്ലതും പോകുന്നെങ്കിൽ അയ്യോ ഇത് കുട്ടികളാണെന്ന് അവരെ മാറ്റി നിർത്തുമായിരുന്നു. അതെ, ഒന്നും പങ്കെടുപ്പിക്കാനോ ഒന്നും ചെയ്യാനൊന്നും സമ്മതിക്കൂല. അപ്പോൾ നമ്മുടെ ജീസസിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ ജീസസ് ജനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല ഫ്രീഡം കിട്ടിയത്. നമുക്ക് ചർച്ചിൽ പോവാൻ, എവിടെ വേണമെങ്കിലും പോവാനും നമുക്ക് എല്ലായിടത്തും നമ്മളിപ്പോൾ നിൽക്കുന്ന പോലെയൊക്കെ നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ ജീസസ് പറഞ്ഞു, കുട്ടികളെ എൻ്റെ അടുക്കൽ വരിക, അവരെ തടുക്കരുതെന്ന് ശിഷ്യന്മാരത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇപ്പൊ ഇവിടെയൊക്കെ നിൽക്കാനൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാം. അതെ, ഇന്നത്തെ ഹീറോ എന്താണ്? ഇന്നത്തെ ഹീറോ നമ്മുടെ ജീസസ് ആണ്. നമ്മുടെ ജീസസ് വന്നോണ്ടാണ് നമുക്ക് എല്ലാം ചെയ്യാനും നമുക്ക് ഇത്ര നല്ല ഫ്രീഡം കിട്ടിയത്, ഇവിടെ നിൽക്കാനും കഴിഞ്ഞത് തന്നെ. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഹീറോ എന്ന് പറഞ്ഞാൽ ജീസസ് ആണ്. ഇന്നത്തെ എപ്പോഴത്തെയും ഹീറോ എന്ന് പറഞ്ഞാൽ ജീസസ് ആണ്. അപ്പൊ നമ്മുടെ ഈ കൂട്ടുകാർക്കൊന്നും നമ്മുടെ വിഷൊന്നും കൊടുത്തില്ല. അതെ, നമുക്ക് ക്രിസ്മസ് വിഷ് നമുക്ക് അവർക്ക് കൂടെ കൊടുക്കാം. നിങ്ങൾക്ക് രണ്ടരയ്ക്ക് ഞാൻ ഗിഫ്റ്റ് തന്നു. നമ്മുടെ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ് ജീസസ് ക്രൈസ്റ്റ്. ഒരു വലിയ ഗിഫ്റ്റ് ആണ് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ്. അതെ, ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നത് നമുക്ക് എല്ലാവർക്കും. അതെ. അപ്പൊ ഇനി നമുക്ക് വിഷ് ചെയ്യാം. വിഷയം We wish you a Merry Christmas. Bye. സ്വയം അധ്വാനത്തിലൂടെ സ്വന്തം കഴിവ് തെളിയിച്ച ഭക്തന്റെ മേലൊരു നിയോഗത്തിന്റെ പുതപ്പ് ആദ്യം വന്ന് വീണു. അതത്രേ ഏലിയാവിൽ നിന്ന് എലിശായിലേക്ക് വീണ ആദ്യത്തെ നിയോഗത്തിന്റെ പുതപ്പ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ മേലൊരു പുതപ്പ് വീഴുന്നത്. ആദ്യത്തെ പുതപ്പ് ഒരു നിയോഗത്തിന്റെ പുതപ്പ്, ആദ്യത്തെ പുതപ്പ് ഒരു വിളിയുടെ പുതപ്പ്, ആദ്യത്തെ പുതപ്പ് ഒരു തിരഞ്ഞെടുപ്പിന്റെ പുതപ്പ്, ആദ്യത്തെ പുതപ്പ് ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ പുതപ്പ്. നമുക്ക് വേദപുസ്തകത്തിലൊരു ഭാഗം വായിക്കാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാം വാക്യം. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഒരു പുറപ്പാട്, ഗിൽഗാലിൽ നിന്നുള്ളൊരു പുറപ്പാട്. അഭിഷിക്തനായിരിക്കുന്ന ഏലിയാവും തൻ്റെ സഹശിഷ്യനായിരിക്കുന്ന എലീശായും ഗിൽഗാലിൽ നിന്നൊരു പുറപ്പാട് നിശ്ചയിക്കുകയാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഏലിയാവിൽ നിന്ന് ഇരട്ടി പങ്കുള്ള അഭിഷേകം എലീശായ്ക്ക് ലഭിക്കണമെങ്കിൽ ഒരു പുറപ്പാട് അവിടെ ആവശ്യമായിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് ഏലിയാവ് എലീശായോട് പുറപ്പെടുവാൻ അവനെ ഉത്സാഹിപ്പിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഈ ഗിൽഗാലിൽ നിന്നാൽ പറ്റത്തില്ല. എല്ലാ കാലഘട്ടത്തിലും ഗിൽഗാലിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ പോരാ. എല്ലാ കാലഘട്ടത്തിലും ഗിൽഗാലിൻ്റെ അനുഭവത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ പോരാ. നമുക്കൊരു പുറപ്പാടുണ്ട്. നമുക്കൊരു ബഥേലിലേക്കൊരു പുറപ്പാടുണ്ട്. നമുക്കൊരു എരിഹോവിലേക്കൊരു പുറപ്പാടുണ്ട്. നമുക്കൊരു യോർദാൻ വരെ ഒരു പുറപ്പാടുണ്ട്. ആ യോർദാനിൽ ചെന്നെത്തുന്ന സമയത്തിലേക്കാണ് ഇരട്ടി പങ്കുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ വന്ന് വീഴുവാൻ മുഖാന്തരമായി
തീരുന്നത് എന്ന് അവർ ഒത്തൊരുമിച്ച് തീരുമാനിച്ചതിന് ശേഷം അവരുടെ പുറപ്പാട് ചിന്തിക്കുന്നു, അവരുടെ പുറപ്പാടിനെ കുറിച്ച് തീരുമാനിക്കുന്നു. ഈ പുറപ്പെടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കപ്പെടുന്ന ഏലിയാവിനെ കുറിച്ചും എലീശായെക്കുറിച്ചും നോക്കുന്ന സമയത്തിൽ ഇവരാർക്കും വേണ്ടാത്തവരൊന്നുമല്ല, ആർക്കും ഉപയോഗമില്ലാത്തവരുമല്ല, ഇവർ കഴിവില്ലാത്തവരല്ല. ഇവർ ദൈവത്തിനോ ദൈവസഭയ്ക്കോ മാത്രമല്ല സമൂഹത്തിനും കുടുംബത്തിനും വേണ്ട എന്ന് വച്ചവരല്ല. എല്ലാവർക്കും പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ തന്നെ, എല്ലാവർക്കും ഉപയോഗപ്പെടത്തക്ക വിധത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാമുവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അടുത്ത അനന്തരാവകാശികളെല്ലാം ശുശ്രൂഷയിൽ നിലനിൽക്കണം എന്ന് മനസ്സിലാക്കി ദൈവം തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷ നടപടിയായി ചെയ്യണം, ചെയ്ത് പൂർത്തീകരിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ശുശ്രൂഷ അനാഥമായി പോകാൻ പാടില്ല. ശുശ്രൂഷ മറ്റൊരാളിൻ്റെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് സാമുവേല് ഗിൽഗാലിലും ബഥേലിലും യെരിഹോവിലും അതെ യോർദാനിലുമൊക്കെയും അവിടെ ഇവിടെയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ബൈബിൾ കോളേജുകളെന്ന്, ബൈബിൾ സ്കൂളുകളെന്ന്, അല്ലെങ്കിൽ ട്രെയിനിങ് സെൻ്ററുകൾ എന്ന് പറയത്തക്ക വിധത്തിൽ 50 പ്രവാചക ശിഷ്യന്മാരെ അവിടെ ഇവിടെയായിട്ട് പാർപ്പിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അടുത്ത് നിങ്ങളൊരു ശുശ്രൂഷക്കാരായി വരേണ്ടവരാണ്, അടുത്ത് നിങ്ങൾ ദൈവജനത്തിന് വേണ്ടിയിട്ട് ഇടിവിൽ നിൽക്കേണ്ടുന്ന വ്യക്തികളാണ്, അടുത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി നിലനിൽക്കേണ്ടുന്ന വ്യക്തികളാണ് എന്ന് അവരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് 50 പേരെ അവിടെയായി പാർപ്പിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ഉറ്റുനോക്കുവാൻ വേണ്ടിയിട്ട് അത് കാഴ്ചക്കാരായിട്ട് വലിയൊരു പ്രവാചക ശിഷ്യന്മാരുടെ ഗണം തന്നെ അവിടെയായിട്ടുണ്ടായിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കൂടെ ഒരു പുറപ്പാട് ഇവിടെ ആരംഭിക്കുമ്പോൾ ദൈവം ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകളെല്ലാം വിശ്വസ്തയോടെ ചെയ്ത ഭക്തനായിരുന്നു ഏലിയാവ്. എവിടെയോ ക്ഷീണിച്ചു പോയ സമയത്തിൽ, എവിടെയോ തളർന്നു പോയ സമയത്തിൽ, എവിടെയോ നിരാശപ്പെട്ടു പോയ സമയത്ത്, എവിടെയോ ബുദ്ധിമുട്ട് പോയ സമയത്ത് ദൈവം തൻ്റെ ദൂതനെ അവന് വേണ്ടിയിട്ട് അയച്ചു. ശൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കുവാൻ വേണ്ടിയിട്ട് അവനൊന്ന് ആഗ്രഹിച്ച സമയത്തിൽ തന്നെ ദൈവം തൻ്റെ ദൂതനെ അതേ സ്ഥാനത്തിലേക്ക് പറഞ്ഞയച്ച് അവൻ ആഹാരം കൊടുത്തു, അവന് കുടിപ്പാൻ വെള്ളം കൊടുത്ത്, അവന് മങ്ങിപ്പോയ ദർശനത്തെക്കുറിച്ച്, അവന് നഷ്ടപ്പെട്ടു പോയ പുറപ്പാടിൻ്റെതായിട്ടുള്ള ആത്മധൈര്യത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു, നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്, നിനക്ക് അധിക ദൂരം ഇനി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ വിളിച്ചത്, നിനക്കൊരു പുറപ്പാടുണ്ട്. അതെ, ഹോരേബ് മലയിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തിലേക്ക് അവന് അതെ 40 രാവും 40 പകല് ദൈവം കൊടുത്ത ആഹാരത്തിൻ്റെ ബലം കൊണ്ട് ഒരു പുറപ്പാടിലേക്ക് അവൻ കാലുവെച്ച് കടന്നു ചെല്ലുന്ന സമയത്തിൽ അവൻ മറന്നുപോയില്ല. രാജാക്കന്മാരെ അഭിഷേകം ചെയ്തപ്പോൾ, ഭരണസാരഥ്യം വഹിക്കുന്ന ഉന്നതന്മാരെ അഭിഷേകം ചെയ്ത സമയത്തിലേക്ക് തനിക്ക് പകരം പ്രവാചകനായി ഒരാളെ മുന്നമേ അവൻ കണ്ടിരുന്നു. അവന്റെ പേരത്രേ എലീശാ. ഈ എലീശായുടെ മേല് ഒരു പുതപ്പ് വീണോ? സ്തോത്രം. അതെ, നിരാശ ഒരു ഭാഗത്ത് വന്നപ്പോഴും, ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്ത് വന്നപ്പോഴും, ശൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച സമയത്തിലേക്ക് നോക്കുന്ന സമയത്തിലേക്ക് സ്തോത്രം അവൻ തനിക്ക് പകരം ഒരു പ്രവാചകനെ, ഒരു ശുശ്രൂഷകളിൽ ഈ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങളല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളല്ല, നാളെയെക്കുറിച്ച് അവനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, നാളെയെക്കുറിച്ച് അവനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷാ കാലം തികയപ്പെടുമ്പോൾ ദൈവം എന്നെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന സമയത്തിലേക്ക് എനിക്ക് പകരം ഈ ശുശ്രൂഷയെ അനാഥമാക്കിയിട്ടേച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. ഈ ശുശ്രൂഷകൾ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടേ എനിക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് അവൻ ആഹാരത്തിൻ്റെ ബലം ഉപയോഗിച്ച് അവൻ ഉന്നതന്മാർ അഭിഷേകം ചെയ്യുന്ന സമയത്തിൽ തന്നെ മറന്നില്ല, സാഫാത്തിന്റെ മകനായ എലീശായെ തനിക്ക് പകരം പ്രവാചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവാചകനായി ജനങ്ങൾക്ക് ന്യായപാലനം കൊടുക്കുവാൻ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ, രാജ്യങ്ങൾക്ക് പ്രവാചകനായി നിയോഗിക്കുവാൻ തക്കവണ്ണം അവൻ്റെ പേരൊരു പുതപ്പ് വീണോ. വീണ പുതപ്പ് ഏതെങ്കിലും ഒരു വ്യക്തിയിലല്ല, ഒരു മടിയനായ വ്യക്തിയുടെ മേലല്ല, ഒരു ക്ഷീണിതനായിരിക്കുന്ന വ്യക്തിയുടെ മേലല്ല, ഒരു രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ മേലല്ല, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരുവന്റെ മേലല്ല, അധ്വാനിക്കാൻ മനസ്സില്ലാത്തവനേക്കല്ല. അത് കാര്യങ്ങൾ കാര്യഗൗരവത്തോടു കൂടി ചെയ്യും
ചെയ്യുവാനായിട്ട് അതെ ബാമൻ ബുദ്ധി പരിജ്ഞാനമില്ലാത്തവന്റെ മേലല്ല. അതെ 12 ഏറുകാളകളെ ഒറ്റക്ക് ഒരുമിച്ച് നിന്ന് ഒരു വയലിനെ മുഴുവനും പൂട്ടി ഒഴിവേച്ച് കൊടും ഭീകരതയുടെ ആ ചൂടേറിയ സമയത്തിലേക്ക് പിന്മാറിപ്പോകാതെ മണ്ണിനോട് മസുൽ പിടിച്ച് ജയിക്കുവാൻ വേണ്ടിയിട്ട് ആത്മധൈര്യം പ്രാപിച്ച നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അതെ കാളകളുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ മാറി മാറി വന്നിട്ട് ആ സാഹചര്യത്തിലേക്ക് പണി നടക്കാതെ പിന്മാറുന്ന രീതിയിലല്ല, ആ കാളകളെ മുഴുവനും 2 കൈക്കീഴിൽ ആ കടിഞ്ഞാന് മുഴുവനും ക്രമീകരിച്ച് നന്നായിട്ട് ആ ഭൂമിയുടേതായ കടുപ്പമേറിയ മണ്ണിനെ ഉഴുത് മറിച്ചുകൊണ്ട് അതിലേക്ക് ധാന്യം വിളയിക്കത്തക്ക വിധത്തിലേക്ക് കാലാവസ്ഥ പ്രതികൂലമോ അത് മറ്റ് തടസ്സങ്ങളോ കടന്നു വന്നാൽ ഞാൻ പിന്മാറുകയില്ല, ഇതിനകത്ത് ഞാൻ ചിലതിനെ വിളയിക്കപ്പെടും എന്ന് പറഞ്ഞ് സ്വയം അധ്വാനത്തിലൂടെ സ്വന്തം കഴിവ് തെളിയിച്ച ഭക്തന്റെ മേലൊരു നിയോഗത്തിന്റെ പുതപ്പ് ആദ്യം വന്ന് വീണു. അതത്രേ ഏലിയാവിൽ നിന്ന് എലിശായിലേക്ക് വീണ ആദ്യത്തെ നിയോഗത്തിന്റെ പുതപ്പ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ മേലൊരു പുതപ്പ് വീഴുന്നത്. ആദ്യത്തെ പുതപ്പ് ഒരു നിയോഗത്തിന്റെ പുതപ്പ്, ആദ്യത്തെ പുതപ്പ് ഒരു വിളിയുടെ പുതപ്പ്, ആദ്യത്തെ പുതപ്പ് ഒരു തിരഞ്ഞെടുപ്പിന്റെ പുതപ്പ്, ആദ്യത്തെ പുതപ്പ് ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ പുതപ്പ്. ഇതൊരു മനുഷ്യന്റെ മേൽ വന്ന് വീഴുന്നു എങ്കിൽ അടുത്ത് അവൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നർത്ഥം. ഇന്ന് രാത്രിയിൽ ആരെയും മറന്നു പോകരുത്. ആർക്കും വേണ്ടാത്തതിനെ തിരഞ്ഞെടുക്കുന്നതല്ല നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഒരു ഉപയോഗവും ഇല്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രത്യേകത. അത് പണ്ടേതോ കാലഘട്ടത്തിൽ ഉപദേശിമാരുടെ കാലഘട്ടത്തിലാണ് ആ ഒരു രീതി. വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് കൊടുക്കും. ആമേൻ. അവൻ നല്ലതാണ്, നല്ല കഴിവുള്ളവനാണ്, അവൻ നല്ല ബുദ്ധിമാനാണ്, അവൻ നല്ല വിദ്യാസമ്പന്നനാണ്, നല്ല സൽസ്വഭാവിയാണ്, അതുകൊണ്ട് അവന് വീട്ടിലത്തേക്ക് വേണം, വീട്ടിലെ കാവലിന് ഒരാൾ വേണം, വീട്ടിലെ കാര്യാദികളെ നല്ലത് ചെയ്യാനായിട്ട് ഒരുത്തനെ വേണം. ആർക്കും വേണ്ടാത്തത് ദൈവത്തിന് ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്തിലേക്ക് ഏറ്റവും നല്ലതിനെ ദൈവമെടുത്തു. ഇന്ന് പകൽ സമയത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവസന്നിധിയിലേക്ക് നീ ചിലത് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ചിലത് വേർതിരിക്കുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് ഏറ്റവും നല്ലത് തന്നെ. മനസ്സിലായവരെന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? ആമേൻ. കർത്താവ് തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ലത്. നീ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണോ? നീ ദേശത്തിൽ സമൂഹത്തിൽ വേർതിരിക്കപ്പെട്ട വ്യക്തി ജീവിതമാണോ? നീ ദേശത്തിലും സമൂഹത്തിലും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക്, ഒരു വിശേഷത്തിലേക്ക് ആയിരിക്കപ്പെടുകയാണോ? ആകയാൽ നീ മറന്നു പോകരുത്. നീ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നുണ്ട്. നീ ഏറ്റവും നല്ലതാണെങ്കിൽ ദൈവം നിന്റെ മേലൊരു ദൃഷ്ടി വെച്ചിട്ടുണ്ട്. നീ ഏറ്റവും നല്ലതെന്ന് സ്വയം അഭിമാനിക്കുന്നുവെങ്കിൽ, നീ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വേണ്ടപ്പെട്ടവരോ നിന്റെ കുടുംബത്തിലോ ഉള്ളത് എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, എനിക്കെന്തോ പ്രത്യേകതകളുണ്ട്, ആകയാൽ നിന്റെ മേലൊരു ദൈവത്തിനൊരു കണ്ണുണ്ട്. ഈ കഴിവുകൾ ദൈവം എന്തിന് തന്നോ? ഈ സാമ്പത്തികം എന്തിന് ദൈവം തന്നോ? ഈ ആരോഗ്യം ദൈവം എന്തിന് തന്നോ? ഈ പ്രത്യേകതകൾ എന്തിന് ദൈവം തന്നോ? ബുദ്ധി വൈഭവ്യം എന്തിനു വേണ്ടിയിട്ട് ദൈവം തന്നോ? എൻ്റെ കർത്താവിന് നിന്നെ കുറിച്ച് എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. മനുഷ്യരായവരെന്ന് കരമടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്ക്. ഈ പുറപ്പാടിൻ്റെ മധ്യത്തിലേക്ക് നിന്റെ നിലനിൽപ്പ് മാത്രമല്ല, അത് നിന്റെ പ്രത്യേകതകൾ മാത്രമല്ല, നിന്റെ വിജയം മാത്രമല്ല, നിനക്കൊരു ജീവനെ ദൈവം തന്നുവെങ്കിൽ ആ ജീവൻ ആധാരമായിട്ടുള്ള സകലത്തെയും നിലനിർത്തി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയുക. ദൈവം നിനക്കൊരു ജീവനെ തന്നിട്ടുണ്ട് എങ്കിൽ ആ ജീവൻ ആവശ്യമായിട്ടുള്ള സകല സംരക്ഷണങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകും. പക്ഷേ നീ ദൈവത്തിൻ്റെ വകയാണ്, നീ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, നീ ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. വളരെ വ്യക്തമായി ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ഏൽപ്പിച്ച കാര്യാദികളെല്ലാം വിശ്വസ്തയോടെ ചെയ്ത് പൂർത്തീകരിച്ച ഒരു ഭക്തനാണ് എലീശ. അവൻ 12 ഏറുകാളകളെ തൻ്റെ കൈക്കീഴിലാക്കി. ഭൂമി വിളയത്തില്ല എന്ന് വാദിച്ചപ്പോഴും വിളയിപ്പിക്കും എന്ന് ആത്മധൈര്യം പൂണ്ട് ആ മണ്ണിനോട് പടപൊരുതിയ ധൈര്യശാലിയായ വ്യക്തി. അതുകൊണ്ട് അവൻ ആർക്കും വേണ്ടാത്തവനല്ല, അവന് ഉപയോഗമില്ലാത്തവനല്ല. നാട്ടിലും വീട്ടിലും അവൻ പ്രധാനപ്പെട്ടവനാണ്, എല്ലാവർക്കും അവനെ വേണം. പക്ഷേ നിയോഗത്തിൻ്റെ പുതപ്പ് വീണപ്പോൾ അവന് വെളിപ്പാട് കിട്ടി. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല,
ഈ കഴിവ് ദൈവം എനിക്ക് തന്നത്. എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല ഈ കഴിവ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഈ മണ്ണിനോട് പടപൊരുതാനോ ഏറുകാളകളെ വ്യക്തമായി ക്രമീകരിക്കാനോ അല്ല ദൈവം എനിക്ക് ഈ കഴിവ് തന്നിരിക്കുന്നത്. എൻ്റെ മേലൊരു നിയോഗമുണ്ട്, എൻ്റെ മേലൊരു നിയോഗമുണ്ട്. സുഹൃത്തെ, ഇവിടെ ആരാധിക്കണമെങ്കിൽ ഒരു നിയോഗം വേണം. നീ പാരമ്പര്യ സഭകൾക്കകത്തിരുന്ന് ഉറങ്ങിയിരിക്കേണ്ടുന്ന സമയത്തിലേക്ക് 2-3 ബസ് കയറിയിട്ടോ കിലോമീറ്ററോളം യാത്ര ചെയ്തോ ദൈവസഭയ്ക്കകത്ത് രാവിലെ അതിരാവിലെ തന്നെ 7 മണിക്ക് വന്ന് ആരാധിക്കുവാനായിട്ടുള്ള ഒരു ആത്മസമീപനം, ഒരാത്മധൈര്യം നിങ്ങൾക്ക് ലഭിച്ചു എങ്കിൽ അതൊരു നിയോഗം കിട്ടിയത് കൊണ്ടാണ്. എത്രയോ പേർ ഇപ്പോൾ തലയിൽ കൂടെ മൂടിക്കൊണ്ട് കടന്നു സുഖമായിട്ട് ഉറങ്ങുന്നു. എത്രയോ പേർ ഇന്ന് ദൈവസഭയ്ക്കകത്ത് കടന്നു പോകുന്നതിന് പകരമായിട്ട് മറ്റ് കാര്യാദികൾ ഏർപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മേലൊരു നിയോഗം ലഭിച്ചു എങ്കിൽ ആ നിയോഗത്തിന് വളരെ പ്രത്യേകത കൊടുക്കണം. നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ട് എങ്കിൽ നിയോഗത്തിൻ്റെ പുതപ്പിനെ നീ സൂക്ഷിച്ചു കൊള്ളണം. ഏലിയാവ് കടന്നു വന്ന് എലിശായുടെ മേൽ ആ പുതപ്പെടുത്തിട്ട് കൊടുത്തോ. സ്വത്രം വേറെ ഒന്നും കൊടുത്തില്ല. ഇന്നാണെങ്കിൽ എത്ര പ്രാവശ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, എത്ര പ്രാവശ്യം തലയെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും, എത്ര പ്രാവശ്യം അവരെ ഉത്സാഹിപ്പിക്കേണ്ടതായിട്ട് വരും. അവർക്കും അവരുടെ അടുത്ത തലമുറകൾക്കും വേണ്ടിയിട്ടുള്ള എന്താ നന്മകളെ കുറിച്ച് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും. സ്തോത്രം. അത് 10, 15, 20 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതെല്ലാം കൊടുത്താലേ ദൈവത്തെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വരത്തുള്ളൂ. ഇല്ല, അവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ ഒത്തിരി ലഭിച്ചിരിക്കണം, അവർക്ക് ശാരീരിക അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചിരിക്കണം. ഇങ്ങനെ തുടങ്ങിയുള്ള രീതിയിലാണ് ഇന്നൊരു വ്യക്തി യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അല്ല എങ്കിൽ അവൻ്റെ A മുതൽ Z വരെയുള്ള സകല വഴികളും അടഞ്ഞിരിക്കണം, വാതിലുകൾ അടഞ്ഞിരിക്കണം. അവൻ്റെ ശരീരം ഒന്നിനും കൊള്ളരുതാത്ത സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന രീതി ഒന്നുകിൽ അവരുടെ സാമ്പത്തിക മേഖലകൾ മുഴുവനും അവർക്ക് അടഞ്ഞിരിക്കണം, സ്വന്തം ഭവനത്തിൽ അവർക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതി വരണം. അപ്പോൾ അവരൊരു പക്ഷേ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന രീതികളായിരിക്കപ്പെടും. അങ്ങനെയൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഭക്തനായിരിക്കുന്നവൻ വിജയഗാഥ പണിതുകൊണ്ടിരിക്കപ്പെടുമ്പോൾ തന്നെ, വിജയഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പുതപ്പ് വന്ന് വീണ സമയത്തിലേക്ക് അന്ന് തന്നെ അവൻ്റെ കലപ്പയെ അവൻ വെട്ടിക്കേറി, ആ കാളകളെ അവൻ അറുത്തോ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളരുതാത്തവനെന്ന് പുതിയ നിയമം പഠിപ്പിച്ചുവെങ്കിൽ പഴയ നിയമത്തിൽ തന്നെ ഒരു ആത്മാവിൻ്റെ നിയോഗം വന്നതുകൊണ്ട് ആ നിയോഗം വന്ന സമയത്തിൽ തന്നെ അവൻ്റെ അകത്തളത്തിലേക്ക് പ്രതിധ്വനിക്കുവാൻ തുടങ്ങി. ഇനി ഏതെങ്കിലും ഒരു സ്ഥിതിയിൽ ഞാൻ പുറകിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യം കടന്നു വരപ്പെടുമ്പോൾ ഈ കാളകൾ വീട്ടിലുണ്ട് എങ്കിൽ ഈ കാളകളുടെ കടിഞ്ഞാണ് ഞാൻ വീണ്ടും കയ്യിലെടുക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടേറിയ സ്ഥിതി വരുമ്പോൾ ഒരുപക്ഷെ എരിഹോവിൻ്റെ അനുഭവമോ വേദനയുടെ അവസ്ഥകളോ കടന്നു വരുന്ന സമയത്തിലേക്ക് എൻ്റെ കലപ്പയിലേക്ക് ഞാൻ വീണ്ടും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് അവന് ഭാവിയിലേക്ക് അവൻ്റെ സങ്കല്പങ്ങൾക്കകത്ത് കടന്നു വരുവാൻ, അഥവാ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി കടന്നു വരാൻ സാധ്യതയുള്ള സകല സങ്കല്പങ്ങളെ വെട്ടി കീറിയെടുത്ത് തീരിട്ട് കത്തിച്ച് ആ കാളകളെ മുഴുവനും അറുത്ത് സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും പറഞ്ഞു, എൻ്റെ മേലൊരു നിയോഗം വീണിരിക്കുകയാ, എൻ്റെ മേലൊരു പുതപ്പ് വീണിരിക്കുകയാ, എൻ്റെ മേലൊരു ദൈവത്തിൻ്റെ വിളി കിടക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ അതെ A മുതൽ Z വരെയുള്ള തൻ്റെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായ സങ്കല്പങ്ങളെ കത്തിച്ച് ചാരമാക്കി. ഇനി എനിക്കൊരു പുറകിലേക്കൊരു പോക്കില്ല, എനിക്കിന് പുറകിലേക്കൊരു കാൽവയ്പില്ല. എൻ്റെ കാൽവയ്പ്പുകളെല്ലാം മുൻപിലേക്ക്. എനിക്ക് പുറപ്പാട് മാത്രമേ ഉള്ളൂ, പുറപ്പെടുക മാത്രമേ ഉള്ളൂ, പുറപ്പെടുക മാത്രമേ ഉള്ളൂ. അത് കൊറോണ വന്നാലും ശരി, അത് കോവിഡ് വന്നാലും ശരി തന്നെയാണ്, ഇനി അതിനേക്കാളും വലിയൊരു പകർച്ചവ്യാധി വന്നാലും ശരി തന്നെയാണ്. എനിക്ക് ക്ഷാമം വന്നാൽ, എനിക്ക് ദാരിദ്ര്യം വന്നാൽ, എനിക്ക് രോഗം വന്നാൽ, എനിക്ക് കഷ്ടത വന്നാൽ, എനിക്ക് ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാൽ, ഈ ലോകം മുഴുവനും എനിക്ക് വിപരീതമായി നിന്നാലും ശരി, എനിക്ക് പുറപ്പാട് മാത്രമേ ഉള്ളൂ. പുറകിലേക്ക് എനിക്കൊരു കാളയില്ല, പുറകിലേക്ക് എനിക്കൊരു കലപ്പയില്ല. എൻ്റെ മനസ്സ് മാറത്തക്ക വിധത്തില്, എൻ്റെ മനസ്സിൻ്റെ ശ്രദ്ധ മാറത്തക്ക വിധത്തില് ഒന്നുമേ ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. മുമ്പിലേക്കുള്ള എൻ്റെ ജൈത്രയാത്ര, മുമ്പിലേക്കുള്ള എൻ്റെ പുറപ്പാട്, ഇത് മാത്രമേ എനിക്കുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് എലീശ എന്ന് പറയുന്ന ഭക്തനായിരിക്കുന്ന നല്ലൊരു കൃഷിക്കാരൻ ദൈവത്തിന്റെ നിയോഗത്തിന്റെ മുമ്പിൽ തന്റെ നല്ലതെന്ന് പറഞ്ഞ സകല സമ്പാദ്യങ്ങളെ അന്നവിടെ അടിയറ പറഞ്ഞു
പുതിയ നിയമത്തിൽ അപ്പോസ്തലന്റെ കാൽക്കൽക്കൊക്കെ വെച്ച് മനസ്സ് ഫ്രീയാക്കുന്ന വിശ്വാസികൾ രൂപപ്പെട്ടു വന്നുവെങ്കിൽ പഴയ നിയമത്തിനുതാ നിയോഗം ലഭിച്ച ദൈവത്തിന്റെ പൈതല് ദൈവസന്നിധിയിൽ സകലവും അടിയറ പറഞ്ഞു. ഇന്ന് പകൽ സമയത്തിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല് പലപ്പോഴും നിന്റെ പുറകിലേക്ക് വലിക്കുന്നത് എന്ത്? പലപ്പോഴും നിന്റെ കൂട്ടായ്മയിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നത് എന്ത്? പലപ്പോഴും നിന്റെ ദൈവത്തിൽ നിന്ന് പുറകിലേക്ക് വലിക്കുന്നത് എന്ത്? ഇന്ന് പകൽ സമയത്തിലേക്ക് വെട്ടിക്കീറി തീയിലിട്ട് കത്തിക്കാൻ, ആ ചിന്തകളെ കത്തിക്കുവാൻ, ആ മനസ്സിനെ കത്തിക്കുവാനായിട്ട്, ആ കൊള്ളരുതായ്മകളെ കത്തിക്കുവാൻ വേണ്ടിയിട്ട്, ആ രീതികളെ കത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് പകൽ സമയത്തിൽ നിനക്കൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുവാനായി കഴിയുമെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്നു. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കുന്നവൻ ദൈവ രാജ്യത്തിന് കൊള്ളരുതാത്തവനത്രേ. പ്രൈസ് ദി ലോർഡ്. നായ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഛർദിച്ചതിന് വീണ്ടും കഴിക്കുന്നത്. നീ ഛർദിച്ചു എങ്കിൽ അതിന് വേണ്ട തീരുമാനമെടുത്ത വ്യക്തികൾ വീണ്ടും പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ശൈലികളുണ്ട് എങ്കിൽ നീ വേണ്ട എന്ന് വെച്ചത് വീണ്ടും തിരിച്ചെടുക്കുവാൻ സാധ്യതയുള്ള ഏത് കലപ്പയാണ് ഇന്നും നിന്റെ പുറകിലേക്കുള്ളത്? ആമേ, വേണ്ട എന്ന് വെച്ചത് വീണ്ടും നിന്നെ അതിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിലേക്ക് ഏത് കാളകളാണ് നിന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്ന് പകൽ സമയത്തിൽ ആ കാളകൾ നിനക്ക് മുമ്പിൽ കീഴ്പ്പെടണം, ആ കലപ്പകൾ നിനക്ക് മുമ്പിൽ കീഴ്പ്പെടണം. നീ വ്യക്തമായി മനസ്സിലാക്ക്, ഈ കലപ്പയുള്ളിടത്തോളം കാലം എൻ്റെ ബലഹീനതകൾ വീണ്ടും എന്നിൽ തികഞ്ഞു വരും. ഈ കാളയുള്ളിടത്തോളം കാലം ഞാൻ പലപ്പോഴും ദൈവരാജ്യത്തിന് കൊള്ളരുതാത്തവനായിട്ട് തീരും. ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും നിന്നെ വേട്ടയാടുന്നുവെങ്കിൽ, ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും ഒരല്പം നീ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും നിന്റെ മനസ്സിൻ്റെ കോണുകളിനകത്ത് നീ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഹിതമില്ലാത്ത പ്രവർത്തികളോ ദൈവഹിതമില്ലാത്ത എന്തോ ആകട്ടെ, മുതൽ സെഡ് വരെ എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവജനത്തിന് വ്യക്തമായിട്ട് അവൻ വെളിപ്പെടുത്തുകയാണ്, വെട്ടിക്കീറേണ്ടത് എന്താണ്, അത് വെട്ടിക്കീറി തീരിട്ട് കളയേണ്ടത് എന്താണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന പ്രകാരം അത് ചെയ്യുക. അങ്ങനെ ഏലിയാവും എലീശായും ഒന്നായി അഭിഷേകത്തിലേക്കുള്ള യോർദാനിലേക്കുള്ള ഒരു പുറപ്പാടിൻ്റെ പിന്നാമ്പുറമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർ യാത്ര ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗിൽഗാൽ. ഇപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലം ഗിൽഗാലാണ്. ആ ഗിൽഗാലിൽ നിന്നാണ് ഇവർ യാത്ര ആരംഭിക്കുന്നത്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 9-ാം വാക്യത്തിൽ യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ ബ്രാക്കറ്റിൽ ഉരുൾ എന്ന് പേർ പറയുന്നു. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് പ്രാർത്ഥിച്ച ഒരു എലീശ, അവൻ്റെ പുറപ്പാടിനെ കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിച്ചാരംഭിച്ചത്. ആ ഒരു പുറപ്പാടിലേക്ക് അവൻ്റെ ഒരു കാൽവയ്പ്. അപ്രകാരം തന്നെ ദൈവസഭ തോൽക്കാനുള്ളവരല്ല, ക്ഷീണിക്കാനുള്ളവരല്ല, നിരാശപ്പെടാനുള്ളവരല്ല. നമുക്കൊരു പുറപ്പാടുണ്ട്. എന്തെങ്കിലും വെട്ടിക്കീറി തീയിലിടാണെങ്കിൽ അതിടുക. നീ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നപ്പോൾ നിന്നെ ധൈര്യപ്പെടുത്തിയത് നിനക്ക് പുറപ്പാടുള്ളത് കൊണ്ടാണ്. നിനക്ക് ദൈവത്തിൻ്റെ പർവ്വതമായിരിക്കുന്ന ഹോരേബ് വരെ നീ 40 ദിവസം 40 രാവും 40 പകലും നീ യാത്ര ചെയ്യണമെന്നുള്ളത് ഒരു ദൈവഹിതത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ക്ഷീണിച്ച അനുഭവങ്ങൾ മാറട്ടെ, വേഗതയില്ലാത്ത സ്ഥിതിഗതികൾ മാറട്ടെ, ആത്മീയവും ഭൗതികമായി നമുക്ക് വേഗത വരട്ടെ. ദൈവം നമുക്ക് തുറന്നു തരുന്ന വാതിലുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമുക്ക് തരുന്ന വഴികളിലൂടെ ഒരിക്കലും മാപ്പ് തെറ്റാതെ, ഒരിക്കലും റൂട്ട് മാറിപ്പോകാതെ നമുക്ക് വഴി തെറ്റാതെ പോകാം.